ഗായ്സ്, വെൽക്കം ബാക്ക് ടു സഗഡുമ വ്ളോഗ്സ്. സഗഡുമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരുപാട് നാളായി ഒരു വലിയ വീഡിയോ ഇട്ടിട്ട്, അതൊരു റെസിപ്പി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ എന്ത് റെസിപ്പിയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചക്കക്കാലമാണല്ലോ അല്ലേ. ചക്ക എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്ക്. പുറത്തുള്ളവർക്കും ലുലുവിലും അതുപോലെ നിങ്ങൾ നെക്സ്റ്റ് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അവിടെയൊക്കെ ചെന്നാലും ചക്ക കാണാൻ പറ്റും. കാരണം നാട്ടിൽ ചക്കയുടെ സമയമാണല്ലോ. എന്നാൽ പിന്നെ നമുക്ക് ചക്ക ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചക്ക ഇടയൊക്കെ അമ്മാവിയലും അതുപോലെ ചക്കപ്പുഴുക്കും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ, അതായത് ചക്ക മടൽ, ചക്ക കൂഞ്ഞിൽ, നിങ്ങളവിടെ കൂഞ്ഞിലെന്നാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ചക്കക്കുരു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇറച്ചിത്തോരൻ പോലെ വെക്കുന്ന ഒരു സാധനമുണ്ട്. ഞങ്ങളിവിടെ തന്നെ അങ്ങനെ പറയുന്നത്, ഇറച്ചിത്തോരൻ എന്നാണ് പറയുന്നത്. ചക്ക കുഞ്ഞി ഇറച്ചിത്തോരലെന്ന് പറയും, കൂഞ്ഞിൽ ഇറച്ചിത്തോരൻ. അപ്പോൾ അത് അമ്മ ഇന്ന് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വെറൈറ്റി ഡിഷാണല്ലോ. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതുണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അരി വേണോ അമ്മ? അതെ, ഇപ്പം ചക്കക്കാലമായതുകൊണ്ട് മൊത്തത്തിൽ ചക്കയുടെ സാമഗ്രികളാണ് അല്ലേ. കുറച്ച് ചക്കയുടെ അത് കണ്ടോ, കൂഞ്ഞിലെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കൂഞ്ഞിലാണ് നമ്മളിതിന് പറയുന്നത്, നിങ്ങൾ എന്നാ പറയുന്നതെന്ന് പറയണം. അത് ചക്കക്കൂഞ്ഞി ഞങ്ങൾ പറഞ്ഞു. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 2 കഷ്ണം. നേരം ഇടയ്ക്കിപ്പോൾ ഈ ബാക്കിയുള്ള ദിവസങ്ങളൊന്നും വെക്കാനായിട്ട് എനിക്ക് നേരം കിട്ടിയില്ല. നേരം കിട്ടാന്ന് വെച്ചാൽ കൊച്ചിനെയും കൊണ്ടുള്ള ഇതൊന്നും വെക്കണമെങ്കിൽ പറ്റത്തില്ല. അതിൻ്റെ കുറച്ച് ഭാഗം കേടായി, അതെല്ലാം കണ്ടിച്ച് കളഞ്ഞിട്ട് നല്ലത് നോക്കിയെടുക്കാം. വെക്കാം. നമുക്ക് കുറച്ച് മതിയല്ലോ, ഇവിടെ ഒത്തിരി വേണ്ട. അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞൊക്കെ ഇറച്ചിക്കൂട്ട് കറി വെക്കാമെന്ന്. അതെ, ഇറച്ചിക്കൂട്ട്. അതിന് വേണ്ടി അതിൻ്റെ ഇതെല്ലാം കളയുക. നിങ്ങളൊക്കെ ഒത്തിരി ദിവസമായില്ലേ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട്. ഇന്നെന്നാ ഒരു വീഡിയോ ഇട്ടേക്കാം, നിങ്ങൾക്കും ഒരു ഇതായിക്കോട്ടെ. ഇതൊക്കെ ഒന്ന് കാണുന്നതിന്. ഇന്ന് രാവിലെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇറച്ചിയൊക്കെ ആയിരിക്കും. നമുക്കും ഇറച്ചിയാ, പക്ഷെ വെറൈറ്റി ഇറച്ചിയാണ്. നല്ല ദശയുള്ള ബീഫാണ്, എല്ലൊന്നും ഇല്ലാത്ത. അതുകൊണ്ട് നമുക്ക് ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി. ചക്കക്കുരുത് പട്ടത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു കനത്തിൽ പട്ടത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ഇതും കൂടെ ഈ കൂഞ്ഞും കൂടെ ഇങ്ങനെ 4 ഇത്രയും കാലത്തിൽ ഞാൻ അറിയുന്നത്. ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും. അത് എല്ലായിടത്തും മിക്കവരൊക്കെ വെക്കുന്ന കറിയായത്. എന്നാലും നമ്മളോട് എല്ലാവരും ചോദിക്കാറുണ്ട് അല്ലേ. അതെ, ഇതൊരു വെറൈറ്റി ഡിഷാണ്, അങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല. അതെ, ചക്ക ഉള്ളപ്പോൾ മാത്രം കിട്ടുന്നത്. അതെ, ചക്ക ഉള്ളപ്പോൾ മാത്രം ഇത് വെക്കണമെന്നില്ല എല്ലാവർക്കും നിർബന്ധം ഇത് വെക്കണമെന്ന്. പിന്നെ അറിയാവുന്നവർ വെക്കും. ഇതിൻ്റെ ഗുണമുള്ള സാധനമാണിത്. അതിൻ്റെ കൂഞ്ഞിൽ അതെല്ലാം വിഷമില്ലാത്ത സാധനമല്ലേ. ഈ ചക്കക്കുരുവും ചക്കയുടെ കൂഞ്ഞിയും അതിൻ്റെ മടലും എല്ലാം ഒരു വിഷം പോലും അടിക്കാത്ത സാധനങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളതെല്ലാം കറി വെക്കും. നിങ്ങളും വെക്കണം, നിങ്ങൾക്ക് കിട്ടുമ്പം അല്ലേ. ചക്ക കിട്ടിയാൽ അതിനെ മാക്സിമം യൂസ് ചെയ്തിട്ടേ കളയാൻ പാടുള്ളൂ. എല്ലാ കൂട്ടവും എടുത്ത് നല്ല ചക്ക ചകിണി തോരൻ വെക്കാൻ നല്ലതാ. അതിൻ്റെ കൂനിലെടുത്ത് ഇങ്ങനെ കറി വെക്കാം. ചക്ക ചകിണി ഒരു തവണ നമ്മൾ തോരൻ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അറിയാവോ എന്താന്ന് ചോദിച്ചിട്ട്. അന്നേരം പലരും പറഞ്ഞ പറഞ്ഞില്ലായിരുന്നു, പറഞ്ഞാൽ ഇടിച്ചക്കയാന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ഇത് അരിഞ്ഞെടുത്താൽ നമുക്ക് അത് ഇറച്ചിക്കറി പോലെ തന്നെ ഇരിക്കും. നമ്മുടെ ബീഫ് കറി വെക്കുന്ന പോലെ തന്നെ ഇരിക്കും. ഇതിനകത്തോട്ട് നമ്മൾ പക്ഷെ അധികം വെള്ളം കൂട്ടത്തില്ല അല്ലേ മേന്? വെള്ളം ഇല്ല, ബീഫ് ഫ്രൈ. അതെ, റോസ്റ്റ് പോലെ എന്ന് പറഞ്ഞ പോലെ. പണ്ട് കാലത്തൊക്കെ വീട്ടിൽ ഇറച്ചി മേടിക്കാനായിട്ട് നിർവാഹമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഇതുണ്ടാക്കി പറ്റിക്കപ്പെടുമായിരുന്നു. പിള്ളേരെ പറ്റിക്കും, ഇറച്ചിക്കറിയാന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരെ പറ്റിച്ച് ഞാനൊക്കെ ഒത്തിരി പറ്റിയത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളിത് കണ്ടോ, ഇതുപോലെ അരിഞ്ഞെടുക്കണം. അത് കണ്ടോ, തുള്ളിയേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൻ്റെ കൂടെ ഇത് ശാലം കൂടെ 2 കഷ്ണം ഉണ്ട്, അതുകൂടെ കൂട്ടിയെടുക്കും. അരിഞ്ഞിട്ട് കാണിക്കാവേ. നമുക്ക് ഇനി ഇത് അടുപ്പിലോട്ട് വെക്കാം. ചക്കക്കുരു കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്ത് വെച്ചു. ചക്കക്കുരു കഴുകി വെച്ചു. നമ്മുടെ കൂനിലരിഞ്ഞത്, ഒരു സബോള, ഒരു ചെറിയ സൈസ് അല്ലേ, ചെറിയ ചെറുതല്ല, ഒരു വരവില്ല. സവാള ഇറച്ചിക്കരിക്കൊക്കെ അരിയുന്ന പോലെ തന്നെ. ഇതിനകത്ത് തേങ്ങാക്കൊത്തും ഇച്ചിരി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ അതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അരിഞ്ഞത് വഴറ്റൊന്നും ചേർക്കണ്ട, എല്ലാം കൂടെ കിടന്ന് വേവിച്ച വെന്തെടുത്താണ്. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി മുളക് പൊടി. ഇതാണ് സംഭവം, കണ്ടോ. അതിൽ ചേർക്കേണ്ട ചേരുവകൾ കാണിക്കാം. ഇത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തു, മുളക് പൊടിയും കൂടെ. പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാൻ നേരത്തെ ചെയ്യാം. എരിവുള്ളതാണോ? എരിവുള്ളതും എരിവില്ലാത്തതും 2 ഇച്ചിരി ചേർത്തായിരുന്നു. ഇച്ചിരി ഇട്ടിട്ടുണ്ട്.
അതിൻ്റെ കൂടത്തെ ഒരു ശകലം ബീഫിൻ്റെ മസാലയും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ടേക്കാം ഒരു ശകലം വേഗാനകത്ത്. മീറ്റ് മസാല. ആ മീറ്റ് മസാല അത് ഇട്ടു. അത് രുചി കിട്ടാൻ വേണ്ടിയാണ്. അതിൻ്റെ ഇതിൻ്റെ കൂടെ ഇടുന്നതെന്ന് വെച്ചാൽ എല്ലാ കഷ്ണത്തിലും പിടിച്ചോളും ഇത് അന്നേരം. എന്നാലും അതിനാ ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് വരും. കടുക് പൊട്ടിക്കുന്ന ചേർക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചേർക്കുന്ന. ശകലം ഉപ്പും കൂടി ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. അതിൻ്റെ ചൂടുവെള്ളം അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് തന്നെ അങ്ങ് ഒഴിച്ചു. ഇനി അത് പെട്ടെന്നുണ്ടല്ലോ, മതി, ഒത്തിരി വെള്ളം വേണ്ട. ഇതൊന്ന് വേഗം മതി. ചക്കക്കുരുവിന് മാത്രമേ ഉള്ളൂ വേവ. അതെ, കോഞ്ഞിക്കൊന്നും അധികം വേവില്ല, അതുകൊണ്ട് നെകക്കൊന്നും ഒഴിക്കണ്ട. നമുക്ക് ഗ്യാസ് കത്തിച്ച് അതേപോലെ വെക്കാം. ഇനി ഇത് വേഗട്ടെ അടച്ച് വെച്ചു. ഇനി അത് അവിടെ ഇരുന്ന് ഇത് വേഗട്ടെ വെന്തിട്ട് ബാക്കി ചേർക്കുമ്പോൾ എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ തെരുവിലൊക്കെ വെച്ചാൽ ദേവനൊക്കെ ഇപ്പോൾ കല്യാണത്തിന് പോകണം, ദേവൻ സാരി ഉടുക്കുന്നതെന്ന് പറയും. അത് ഉടുത്ത് വരുമ്പോഴത്തേന് എത്ര നേരം ഞാൻ പറഞ്ഞ് പെട്ടെന്ന് പൊക്കോളം പറയും, പോയി കുളിച്ച് ഡ്രസ്സ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അടച്ച് വെച്ചേക്കാണ്, ഒരു വെന്ത് റെഡിയായിട്ട് കാണിക്കും. നമ്മൾ അടുപ്പ് വെച്ച് എല്ലാം നല്ലോണം വെന്ത് കണ്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് അടുപ്പ് ചേർത്ത് നമുക്ക് റെഡിയാക്കാം. ചീച്ചിട്ട് വെച്ചു, ചൂടായി. വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് വെച്ചിട്ട് കടുകിടാം. കടുകിടുവാണേ. കടുക് കൂട്ടുന്നു. അങ്ങനെ കടുകെല്ലാം പോയി പൊട്ടി വന്നു. പിന്നെ നമുക്ക് കരിയാപ്പിലയും ഇടാതെ കടുക് ഇട്ടു, കരിയാപ്പില ഇട്ടു. നമുക്കിത് മല്ലിപ്പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുന്നു. 2 കൂട്ടം മുളക് പൊടി, കാശ്മീരി 2 കൂട്ടം കൂടെ ഇട്ട് എത്രയോ എല്ലാം കൂടെ ഇട്ട് നമ്മളതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കുവാണ്. ചൂടാകട്ടെ. അതൊന്ന് മണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി സെറ്റായി വരണം. ഇച്ചിരി മസാലപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് ഗരം മസാല നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി. ഇനി നമുക്കതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ഇതെല്ലാം കൂടെ ഇടാം. പെട്ടെന്ന് സംഭവം. നമ്മളങ്ങനെ വേവിച്ച് വെച്ച സാധനമെല്ലാം ഇട്ട് ഇളക്കി അത് റെഡിയാക്കി തേണ്ട നമ്മുടെ ഇറച്ചിക്കൂന് ബീഫ് കറി. അതെ, ഇറച്ചി ബീഫ് തേണ്ടേ കണ്ടോ, ചക്ക കൊണ്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് അവത്തേലൊക്കെ ഒന്ന് പിടിച്ച് വന്നാൽ മതി അല്ലേ അമ്മേ? കറക്റ്റ് ഇറച്ചിക്കറി തന്നെ ഇരിക്കുന്നത് അടിപൊളി. എല്ലാ പ്രാവശ്യം വെക്കുന്നത് ഇങ്ങനെ തന്നെ വെക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കുക. അതെ, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കുക. എല്ലാവരും നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടാറ്റാ.